ദൈവത്തിൽ നിന്നുള്ള പിന്തിരിയൽ. യോബ് 9:10-25 വരെ. ചിന്തയ്ക്കായിട്ട് 23-ാം വാക്യം. ബാധ പെട്ടെന്ന് കൊല്ലുന്നുവെങ്കിൽ നിർദോഷികളുടെ നിരാശ കണ്ട് അവൻ ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ എല്ലാ കുറവുകളും ക്ഷമിക്കുന്നു, പക്ഷേ നിങ്ങളുടെ നൈരാശ്യം പൊറുക്കുകയില്ല. മയേഴ്സിൻ്റെ ഈ വാക്യം നമ്മൾ പ്രത്യാശയോടെ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. നൈരാശ്യം ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായി സമരം ചെയ്യുന്ന ശക്തികൾക്ക് നിങ്ങൾ കീഴ്പ്പെടുകയാണെന്ന് നിരാശാബ്ധനായി തീരുന്നത് മൂലം ചെയ്യുന്നത്. നൈരാശ്യം എന്നത് ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിന്നുള്ള ബോധപൂർവമായ പിന്തിരിയലാണെന്ന് പേഷ്യൻസ് സ്ട്രോങ് എന്ന ഗ്രന്ഥകാരൻ പറയുന്നു. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് മനഃപൂർവ്വം വഴുതിമാറി ഇരുട്ടിനെ അഥവാ നൈരാശ്യത്തെ ആശ്രയിക്കുന്നത് അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ്. നൈരാശ്യത്തെ ന്യായീകരിക്കത്തക്ക ഒരു കുരിശും ജീവിതത്തിൽ നേരിടുന്നില്ല. ശുദ്ധാപ്തി ചിന്ത കൊണ്ടും വിശ്വാസം കൊണ്ടും മറികടക്കാൻ കഴിയാത്ത ഒരു അത്യായുധവുമില്ല. ദൈവത്തിൻ്റെ മുൻപിൽ അർപ്പിക്കുവാൻ കഴിയാത്തതും പരിത്രാണാർത്ഥമുള്ള ഏതെങ്കിലും ഉദ്ദേശത്തിനു വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയാത്തതുമായ ഒരു വേദനയും കഠിനമായ പോരാട്ടവുമില്ല നമ്മുടെ ജീവിതത്തിൽ. നിങ്ങൾക്കിപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്ന പ്രശ്നം എത്ര തന്നെ വിഷമമേറിയതായിക്കൊള്ളട്ടെ, അതിൻ്റെ പ്രത്യക്ഷീഭാവത്തിൽ അന്താളിച്ച് അത് പരിഹരിക്കാനാകാത്തതാണെന്നുള്ള ധാരണയാൽ വഞ്ചിതരാകരുത്. പ്രശസ്ത ഫ്രഞ്ച് ചിത്രകാരനായ പിയറി അഗസ്തെ റെയ്നിയർ തൻ്റെ ജീവിത സായാഹ്നത്തിൽ വാതരോഗം പിടിപെട്ട് കിടപ്പിലായി. സന്ധികളിലെല്ലാം നീർക്കെട്ടും കഠിനമായ വേദനയും. കൈയും കാലുമൊന്നും അനക്കാൻ പറ്റുന്നില്ല. വിരലുകൾ കോടിയും മടങ്ങിയുമിരുന്നു. ഒരു ബ്രഷ് കയ്യിലെടുക്കാൻ റെയ്നിയറിനെ അസഹനീയമായ വേദന അനുഭവിക്കേണ്ടി വന്നിരുന്നു. എങ്കിലും ആ കലാകാരൻ ചക്രങ്ങൾ ഘടിപ്പിച്ച കസേരയിലിരുന്ന് നിരങ്ങി നീങ്ങി കാൻവാസ് വെച്ച് വരയ്ക്കുന്ന മുക്കാലിയുടെ അടുത്തെത്തി വളരെ പണിപ്പെട്ട് പല ചിത്രങ്ങളും വരച്ചു. തൻ്റെ വിശ്വോത്തരമായ പല ചിത്രങ്ങളും രചിച്ചിട്ടുള്ളത് അക്കാലത്തായിരുന്നു അത്രേ. ഇടയ്ക്കിടെ തൻ്റെ സുഹൃത്തായ ഹെൻറി മാറ്റിസെ എന്ന ചിത്രകാരൻ അദ്ദേഹത്തെ സന്ദർശിക്കുക പതിവായിരുന്നു. തീവ്രമായ വേദന കൊണ്ട് വിറയ്ക്കുന്ന വിരൽ തുമ്പുകളിൽ ബ്രഷ് പിടിച്ച് കഷ്ടപ്പെട്ട് അദ്ദേഹം ചിത്രം വരയ്ക്കുന്നത് മാറ്റിസെ സങ്കടത്തോടുകൂടി നോക്കിയിരിക്കുമായിരുന്നു. ഇത്ര കഷ്ടപ്പെട്ട് എന്തിനീ ചിത്രങ്ങൾ വരയ്ക്കുന്നു, എന്തിനീ പണിയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നു എന്ന് മാറ്റിസെ തൻ്റെ സുഹൃത്തിനോടൊരിക്കൽ ചോദിച്ചു. വേദന അങ്ങനെ തന്നെ കടന്നുപോകും, പക്ഷേ രചനാ സൗന്ദര്യം ശാശ്വതമായി നിലനിൽക്കും. തൻ്റെ വേദന കടിച്ചമർത്തിക്കൊണ്ട് ആ കാൻവാസിൽ തന്നെ കണ്ണുറപ്പിച്ചിരുന്ന റെയ്നിയർ പറഞ്ഞു. നമ്മുടെ വേദനകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ച് നമ്മുടെ മുമ്പിൽ നിവർത്തിയിട്ടിരിക്കുന്ന കർത്തവ്യങ്ങളാകുന്ന കാൻവാസിൽ ദൃഷ്ടി ഉറപ്പിക്കുക. അപ്പോൾ ശാശ്വത സൗന്ദര്യം കണ്ടെത്തും. പല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാനൊരു രോഗിയായിപ്പോയല്ലോ. ദാനധർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാനൊരു സമ്പന്നനല്ലല്ലോ എന്നിങ്ങനെയുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞ് തന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു നന്മയും ചെയ്യുവാൻ കഴിയുകയില്ല. ഓർക്കണമേ, ഒരു മനുഷ്യൻ എന്തു ചിന്തിക്കുന്നുവോ അതാണ് അവൻ്റെ ജീവിതം. സദൃശവാക്യം 16:9. മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു, അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.